യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നോട് പറഞ്ഞു അജുവേട്ടൻ സമയത്ത് വലിച്ചു മാറ്റിയത് നന്നായി. ഓ, എന്തൊരടിയായിരുന്നു. അച്ഛൻ നാളെ മറ്റന്നാളോ ഡിസ്ചാർജ് ആവും. ഇനി എന്താ നമ്മുടെ പ്ലാൻ? പ്രിയയെ ഇങ്ങനെ എത്ര കാലം ഇവിടെ നിർത്തിക്കൊണ്ടു പോവും? ദേ, അവള് പഠിച്ച കള്ളിയാ. അച്ഛമ്മയും മധുവാന്റിയൊക്കെ ചേർന്ന് അവളെ പറ്റിക്കാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതൊക്കെ എനിക്കറിയാം. അരുണുമാന്റിയുടെ കേസ് വരുന്നതിന് മുമ്പ് തന്നെ പ്രിയക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും കളക്ട് ചെയ്യാൻ പറ്റുമെന്നാ കിരൺ പറഞ്ഞത്. പക്ഷേ അവൾക്ക് ജയിൽ ശിക്ഷ മാത്രം പോരാ. കോടതിയിൽ ഹാജരാക്കും വരെ ഇവിടെയിട്ട് തല്ലിച്ചതയ്ക്കാന്നാണോ? മണ്ടത്തരം പറയാതെ, അത് നമുക്കെതിരാവുകയുള്ളൂ. പിന്നെ അവൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് സ്വത്തിനു വേണ്ടിയല്ലേ? എന്താ സംശയം? ഇപ്പൊ മാത്രമല്ല, എല്ലാ കാലത്തും കാശായിരുന്നു അവളുടെ ആദ്യത്തെ ചോയ്സ്. തേജയുമായി അവള് ബന്ധം വെക്കാൻ തുടങ്ങിയത് തന്നെ അയാൾ വലിയ കാശുകാരനാണെന്ന് തോന്നിയിട്ടാ. സ്നേഹസദനം വിറ്റ് എല്ലാവർക്കും ഷെയർ കൊടുത്തൂടെയെന്ന് വരെ അവള് വിശ്വനാഥൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, സ്വത്തിനോടുള്ള അവളുടെ കൊതിയും ആർത്തി ഉപയോഗിച്ച് തന്നെ അവളെ നമുക്ക് തകർക്കാൻ പറ്റണം. എങ്ങനെ? അങ്കിളിന്റെ മുഴുവൻ സ്വത്തും തന്റെ കയ്യിൽ കിട്ടിയെന്ന് അവൾക്ക് തോന്നണം. അവസാന നിമിഷം അത് തന്റെ വെറും തോന്നലായിരുന്നുവെന്നും എല്ലാവരും ചേർന്ന് തന്നെ തോൽപ്പിക്കായിരുന്നെന്നും അവൾ തിരിച്ചറിയണം. എനിക്ക് മനസ്സിലായില്ല. നമ്മള് അങ്കിളുമായി ചേർന്നൊരു നാടകം പ്ലാൻ ചെയ്യും. അത് പ്രകാരം അങ്കിൾ അവൾക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുത്തു എന്നൊരു രേഖ ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ആ രേഖ പ്രകാരം എല്ലാ സ്വത്തുക്കളും അങ്കിൾ എഴുതി വെക്കാൻ പോകുന്നത് തന്റെയും അരുണുമാന്റിയുടെയും പേരിലായിരിക്കും.